തന്നെ സിജു ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ കറി ദോശയും ഉണ്ടാക്കുകയാണ്. എൻ്റെ ദോശ അതിനായി ഞാൻ അടുപ്പ് കത്തിച്ച് മസാല ചൂടാക്കാൻ വേണ്ടിയിട്ട് മസാല ചൂടാക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാലസൊക്കെ ഇടാം. മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നന്നായൊന്ന് ഇളക്കി കൊടുക്കാം, ചൂടാക്കിയെടുക്കാം. ചൂടാക്കി എടുത്തിട്ടുണ്ട്. മാറ്റി വെച്ചതിന് ശേഷം ചിക്കന് നമുക്ക് വേവിക്കാൻ വയ്ക്കണം. അതിനായിട്ട് ഞാൻ ചിക്കനിൽ തുള്ളി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി വെള്ളം കൂടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വെന്തോ നോക്കിയാലോ, അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇത് നമുക്ക് നമ്മുടെ കൂട്ട് റെഡിയാക്കണ്ടേ മസാല. അതിനായി ഞാൻ ഇവിടെ ചീഞ്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ചൂടായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായൊന്ന് വഴറ്റിയെടുക്കാം. നല്ല മണം കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് ഉള്ളിയും കൂടി അരിഞ്ഞ് വെച്ചതിട്ടാൽ ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചായിരുന്നു കേട്ടോ. നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട്. ചെറിയൊരു തീയുള്ള ചെറിയ തീയിൽ തന്നെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നന്നായിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കൈയൊന്നും പൊള്ളണ്ട വിചാരിച്ചിട്ടാണ്. പിന്നെ എൻ്റെ ചേച്ചി ആട്ടോ ഈ ഇത് പിടിച്ചിരുന്നത്. തീ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായി ചൂടായി വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടൊന്ന് നന്നായി വറുത്തെടുക്കാം കേട്ടോ. വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമില്ല നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് തക്കാളിയൊക്കെ ഒന്ന് കുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ വെന്ത് വന്നിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. കണ്ടോ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ നിറഞ്ഞു പോയാൽ പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് വെള്ളം കൂടി ഒഴിച്ചൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടായി തിളച്ച് വരട്ടെ വിചാരിച്ചിട്ടാണ്. ഇനി നമുക്കിതൊന്ന് ഇതാക്കിയെടുക്കാം. എടുത്ത് നോക്കുമ്പോൾ നല്ല രസമുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കണ്ടേ ചായ. അതിന് വേണ്ടി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചായപ്പൊടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് കളിക്കി കൊടുക്കാം. എന്ത് രസമാണ് തിളക്കി കളയാൻ. ഇനി പതുക്കെ ഇട്ട് അതിലേക്ക് ഒഴിക്കാം കേട്ടോ. നമുക്ക് അതിലേക്ക് പഞ്ചസാരയും കൂടി ഇട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. നമുക്ക് ഈ ദോശയും ചിക്കനും ഒന്ന് കഴിച്ച് നോക്കിയാലോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരണേ. ഇനി നമ്മുടെ ആ കുഞ്ഞ് കപ്പിത്തെ ചായയും കൂടി ഒന്ന് കുടിക്കാം.